أريد أن يكتب لي ممشاي إلى المسجد ورجوعي إذا رجعت إلى أهلي. ഞാൻ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെടുന്ന ഓരോ ചവിട്ടടിയും അള്ളാഹുവിന്റെ അടുക്കൽ എഴുതപ്പെടണം, എൻ്റെ ഹസനാത്തിൽ എഴുതപ്പെടണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരായ സ്വഹാബത്തിനോട് ഈ സ്വഹാബി അൻസാരിയായ സ്വഹാബി പറയാം. അപ്പൊ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വിഷയം പറഞ്ഞു. നബിയെ, നമ്മുടെ പള്ളിയിൽ എപ്പോഴും കാണുന്ന മുന്നിലെ സുഫിലുണ്ടാകുന്ന മദീനയുടെ ബോർഡറിൽ താമസിക്കുന്ന, പള്ളിയിൽ നിന്ന് ഏറെ അകലം താമസിക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹത്തോട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. ഒരു കഴുതയെ വാങ്ങാൻ പറഞ്ഞു. അദ്ദേഹം അതിന് കൂട്ടാക്കുന്നില്ല. അദ്ദേഹം എന്താ പറയുന്നത്, എനിക്കിങ്ങനെ നടന്നു വരണം, എന്നിട്ട് ആ നടത്തം ഓരോന്നും എൻ്റെ ഹസനാത്തിൽ നാളെ മീസാനിൽ വെയിറ്റുള്ള അമലായി രേഖപ്പെടുത്തപ്പെടണം, അതിനു വേണ്ടിയാണ് എന്നാ അദ്ദേഹം പറയുന്നത്. നബിതങ്ങളോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഖദ് ജമഅ അല്ലാഹു ലക ദാലിക കുല്ലഹു, നീ ഇത് തന്നെ തുടർന്നോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നീ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല സ്വായത്തമാക്കി തരട്ടെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, ഞാനും നിങ്ങളും ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അതിൽ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എളുപ്പമാക്കി തരും. ശുദ്ധ റമദാനായപ്പോൾ ഒരുപാട് ആളുകൾ പള്ളിയിലുണ്ടായിരുന്നു, അല്ലേ? സുബ്ഹ് ജമാഅത്തിനൊക്കെ എത്ര ആളുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ കുറെ ആളുകളെ കാണാനില്ല. അന്ന് റമദാനിൽ നമ്മൾ തീരുമാനിച്ചു പള്ളിയിൽ വരണം, സുബ്ഹ് ജമാഅത്തിൽ പങ്കെടുക്കണം. ഇതാണ് തീരുമാനിച്ചപ്പോൾ അതിന്റെ വഴിയുണ്ട് എളുപ്പമായി. റമദാനൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് തീരുമാനമില്ല. അങ്ങനെ ഒരു തീരുമാനം മനസ്സിൽ വന്നില്ല. പള്ളിയിൽ പോകണം, സുബഹിക്ക് പോകണം, ജമാഅത്തിന് പങ്കെടുക്കണം, എൻ്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ജമാഅത്ത് കൊണ്ടായിരിക്കണം എന്ന് തീരുമാനം ഉണ്ടായില്ല. അപ്പൊ തീരുമാനം ഉണ്ടായാൽ പള്ളിയുടെ ഏറെ അകലെ താമസിച്ചാലും ഒന്നാമത്തെ സ്വത്തിലുണ്ടാവും. അത് എത്ര തിരക്കുണ്ടെങ്കിലും ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും ജമാഅത്തിന് അവിടെ ഉണ്ടാവും. എന്നാൽ തീരുമാനം ഇല്ലെങ്കിൽ ഇനി വെറുതെ നിന്നിട്ടും കാര്യമില്ല. പക്ഷെ ജമാഅത്തിന് പോകണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ, ഇനി ഏതായാലും ഇവിടെ നിസ്കരിക്കുക എന്ന മട്ടിലേക്ക് നമ്മൾ മാറും. അപ്പൊ തീരുമാനം ഉണ്ടാവുക എന്നതാണ്. വിശുദ്ധ റമദാനെ നമ്മൾ ഒരുപാട് നല്ല നല്ല തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു, പലരെയും ഇപ്പൊ കാണുന്നില്ല. ഉള്ളവർ അതൊരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം. മറ്റൊന്ന്, പള്ളിയിലേക്ക് വരുന്ന സമയങ്ങളിൽ നടന്നു വരാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ വരണം. ആ ഓരോ ചുവട്ടടിയും നാളെയുടെ ലോകത്ത് സ്വർഗത്തിലേക്കുള്ള ചുവട്ടടിയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏറെ പാഠം നമുക്ക് ആ ചരിത്രത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. അല്ലാഹു തആല ഒരുപാട് നന്മകൾ, സുഹൃതങ്ങൾ, ഹസനാത്തുകൾ